HR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടോപ്പിക്കായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ HR എന്നാണുള്ളൊരു ടോപ്പിക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഒരു എംപ്ലോയീസിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളോടാണ് അവർ ജോലി ചെയ്യുന്നത്, അവരെ ഫാമിലി അവർ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം HR അറിയാം. പക്ഷേ ജസ്റ്റ് എംപ്ലോയീസ് എല്ലാം HR അടുത്താണ് ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഒരു HR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിൻ്റെ സൈക്കോളജി അറിഞ്ഞിരിക്കണം, എങ്ങനെ ഒരു വ്യക്തിയിരിക്കണം, അക്സസ് ചെയ്യാൻ പറ്റിയിരിക്കണം, അവരുമായിട്ടുള്ള ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അവർ ലിങ്ക് അനുകരിക്കണം, അങ്ങനെയുള്ള അവരുടെ എങ്ങനെയാണ് പേഴ്സണാലിറ്റി, അവരുടെ എന്തൊക്കെ വിഷമങ്ങളാണ്, കാര്യങ്ങൾ തുറന്നു പറയണം. അങ്ങനെ കമ്പനി ബേസിൽ എന്തെങ്കിലും എംപ്ലോയീസിന് ബാധിക്കാനുള്ള ഒരു HR റെഡി ആയിരിക്കണം. അൺഫെയർ പാർട്ടിക്കുലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സഡൻലായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും അതിനെക്കുറിച്ച് ഡിസിഷനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാനുമാണ് സംസാരിക്കാനും ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം HR. പ്ലസ് കമ്പനി ചീറ്റ് ചെയ്യാൻ വരുന്ന അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മളതിനെക്കുറിച്ച് ഏത് രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അപ്രോച്ചാണോ എടുക്കേണ്ടത്, ട്രെയിനിങ് ആണോ കൗൺസിലിങ്ങോ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അതിനനുസരിച്ച് നമ്മളത് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ ഒരു HR ഒരു വലിയൊരു റോളാണ് അതൊക്കെ. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നല്ല ഹ്യൂമൻ റിസോഴ്സ് സൈക്കോളജി അറിയാവുന്ന ഒരാളായിരിക്കണം HRS. ഒരു സ്റ്റാഫിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റണം എങ്ങനെയുള്ളവരാണ്, അത് ഒരു സംസാരത്തിലും എല്ലാം മനസ്സിലാക്കണം. പലരും പല അഭിപ്രായക്കാർ, പല രീതിയിലുള്ള സംസാരക്കാർ, അങ്ങനെയുള്ളവരൊക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു HR നമ്മൾ എംപ്ലോയീസ്